ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമ. രാമ 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 രാമപാദം ചേരണി മുകുന്ദ രാമ പാഹിമാം. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. എല്ലാവർക്കും ഈശ്വര കൃപയും ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകണം. ആയുരാരോഗ്യവും രോഗശാന്തിയും എല്ലാ മക്കളെയും ഭഗവാൻ അർപ്പിക്കുന്നു. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. നമുക്കിന്ന് 6ാമത്തെ ദിവസമാണ്, കർക്കിടകം 6. അയോധ്യാകാന്ഡമാണ് നമുക്കിന്ന് വായിക്കാനുള്ളത്. നമുക്ക് ആദ്യമേ സ്തുതിക്കാം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപതേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ. ശാരിക പൈതദാനും വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചത് ശ്രീരാമ അഭിഷേകത്തിൻ്റെ ആയിരുന്നു. അഭിഷേകം ചെയ്യാനുള്ള ഒരു പുമാൻ വന്ന് കൗസല്യടുത്ത് പറഞ്ഞപ്പോൾ കൗസല്യമ്മ ഒരു മാല്യമൊക്കെ കൊടുത്തു. എന്നിട്ട് ദേവിയെടുത്ത് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചേതസി ഭക്തിയാ വണങ്ങി വാണിടിനാൾ ദേവിയോട് പ്രാർത്ഥിക്കുന്നു. അവിടെ നിന്നല്ലാതെ മറ്റാശ്രയമില്ല അമ്മേ. സത്യസന്ധൻ നൃപവീരൻ ദശരഥൻ പുത്ര അഭിഷേകം കഴിച്ചിടും എന്നുമേ. കേകയപുത്രി വശഗതനാകയാൽ ആകുലമുള്ളിൽ വളരുന്നിതേറ്റവും. ദുർഗേ ഭഗവതി ദുഷ്കൃതനാശിനി ദുർഗതി നീക്കി തുണച്ചിടുകമ്പികേ. കാമുകനല്ലോ നൃപതി ദശരഥൻ കാമിനി കൈകേയി ചിത്തം എന്തീശ്വരാ നല്ലവണ്ണം വരുത്തേണം എന്നിങ്ങനെ ചൊല്ലി വിഷാദിച്ചിരിക്കുന്നതു നേരം. ശ്രീരാമ അഭിഷേക വിഘ്നം വരുത്തുന്നിനി. അമ്മ ഇങ്ങനെ കാത്ത് വിഷമിച്ചൊക്കെ ഇരിക്കുക, അമ്മയടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ട്. വാനവരെല്ലാരും ഒത്തു നിരൂപിച്ചു വാണി ഭഗവതി തന്നോട് അപേക്ഷിച്ചു. ലോകമാതാവേ സരസ്വതി ഭാരതി വേഗാൽ അയോധ്യയ്ക്ക് എഴുന്നള്ളുക വേണം. രാമ അഭിഷേക വിഘ്നം വരുത്തിയിടുവാനാം അവരാരും മറ്റില്ല നിരൂപിച്ചാൽ. ചെന്നുടൻ മന്ധര തന്നുട നാവിന്മേൽ തന്നെ വസിച്ച് അവളെ കൊണ്ട് ചൊല്ലിച്ച് പിന്നെ വിരവോട് കൈകേയിയെ കൊണ്ട് തന്നെ പറയിച്ചു കൊണ്ട് മുടക്കണം. പിന്നെ ഇങ്ങോട്ടെഴുന്നള്ളാം മടിക്കരുതെന്ന് അമരന്മാർ പറഞ്ഞോരനന്തരം. വാണിയും മന്ധര തൻ വദനാന്തരെ വാണിടിനാൾ ചെന്നു ദേവകാര്യാർത്ഥമായി. അപ്പോൾ ത്രിവക്രയാം കുബ്ജയും മാനസേ കൽപ്പിച്ചുറച്ചുടൻ പ്രാസാദമേറിനാൾ
വേഗേന ചെന്നൊരു മന്ധരയെ കണ്ടു കൈകേയി താനും അവളോട് ചൊല്ലിനാൾ. മന്ധരെ, ചൊല്ലു നീ രാജ്യം എല്ലായിടവും എന്തൊരു മൂലം അലങ്കരിച്ചിടുവാൻ. നാളികലോചനാകിയ രാമനു നാളെ അഭിഷേകമുണ്ടെന്നു നിർണയം. ദുർഭഗേ മൂഢേ മഹാഗർഭിതേ, കിടന്ന് എപ്പോഴും നീ ഉറങ്ങീളൊന്നറിയാതെ ഏറിയൊരാപത്തു വന്നടുത്തു. നിനക്കാരും ഒരു ബന്ധുവില്ലെന്നു നിർണയം. രാമ, അഭിഷേകം അടുത്ത നാളുണ്ടടോ. കാമിനിമാർ കുലമൗലി മാണിക്യമേ. ഇതം അവൾ ചൊന്നതു കേട്ട് സംഭ്രമിച്ചുദ്ധാനവും ചെയ്തു കേകയപുത്രിയും. ചിത്രമായൊരു ചാമീകര നൂപുരം ചിത്തമോദേന നൽകിടിനാളാദരാൽ. സന്തോഷമാർന്നിരിക്കുന്ന കാലത്തെങ്കിൽ എന്തൊരു താപം ഉപാഗതമെന്നു നീ ചൊല്ലുവാൻ കാരണം ഞാൻ അറിഞ്ഞില്ല. അതിനില്ലൊരവകാശമേതും നിരൂപിച്ചാൽ എന്നുടെ രാമകുമാരനോളം പ്രിയം എന്നുള്ളിൽ ആരെയുമില്ല മറ്റോർക്ക നീ. അത്രയുമല്ല, ഭരതനേക്കാൾ മമ പുത്രനാം രാമനെ സ്നേഹം എനിക്ക് ഏറും. രാമനും കൗസല്യാദേവിയേക്കാൾ എന്നെ പ്രേമമേറും നൂനമില്ല ഒരു സംശയം. ഭക്തിയും വിശ്വാസവും ബഹുമാനവും ഇത്ര മറ്റാരെയുമില്ലെന്നറിയ നീ. നല്ല വസ്തുക്കൾ എനിക്കു തന്നേ മറ്റു വല്ലവർക്കും കൊടുപ്പൂ മമ നന്ദനൻ. ഇഷ്ടമില്ലാതൊരു വാക്ക് പറകയിൽ ഒട്ടുമേ ഭേദം അവനിൽ ഒരിക്കലും. അശ്രാന്തം എന്നെ അത്രേ മടി കൂടാതെ ശുശ്രൂഷ ചെയ്തു ന്യായം പ്രീതിപൂർവകം. മൂഢേ, നിനക്കെന്തു രാമങ്കൽ നിന്നൊരു പേടി ഉണ്ടാവാൻ അവകാശമായതും. സർവജനപ്രിയനല്ലോ മമാത്മജൻ, നിർവൈരമാനസൻ, ശാന്തൻ, ദയാപരൻ. കേകയപുത്രിതൻ വാക്കുകൾ കേട്ടവളാകുല ചേതസാ പിന്നെയും ചൊല്ലിനാൾ. പാപേ മഹാഭയ കാരണം കേൾക്ക നീ. ഭൂപതി നിന്നെ വഞ്ചിച്ചതറിഞ്ഞില്ലേ. തൊൽപുത്രനായ ഭരതനെയും ബലാൽ തൽപ്രിയനായ ശത്രുഘ്നെയും നൃപൻ മാതുലനെ കാൺമതിനായി അയച്ചതും ചേതസി കൽപ്പിച്ചുകൊണ്ടു തന്നെ ഇതും. രാജ്യാഭിഷേകം കൃതം രാമനെങ്കിലോ രാജ്യാനുഭൂതി സൗമിത്രിക്കോ നിർണയം. ഭാഗ്യമത്രേ സുമിത്രയ്ക്കതും കണ്ടു നിർഭാഗ്യയായൊരു നീ. ദാസിയായി നിത്യവും കൗസല്യ തന്നെ പരിചരിച്ചിടുക. കൗസല്യാനന്ദനൻ തന്നെ ഭരതനും സേവിച്ചുകൊണ്ട് പൊറുക്കുന്നതും വരും. ഭാവിക്കയും വേണ്ട രാജത്വമേതുമേ. നാട്ടിൽ നിന്ന് ആട്ടിക്കളകിലുമാ ഒരു വാട്ടം വരാതെ വധിച്ചിടുകിലുമാം. സാപത്ന്യജാത പരാഭവം കൊണ്ടുള്ള താപവും പൂണ്ടു ധരണിയിൽ വാഴുകയിൽ നല്ലു മരണം അതിനില്ല സംശയം. ചൊല്ലുവൻ ഞാൻ തവ നല്ലതു കേൾക്ക നീ. ഉത്സാഹമുണ്ടു നിനക്കെങ്കിൽ ഇക്കാലം തൊൽസുതൻ തന്നെ വാഴിക്കും നരവരൻ. രാമൻ ഈരേഴാണ്ടു കാനനവാസവും ഭൂമിപാൽ ആജ്ഞയാ ചെയ്യുമാറാക്കണം. നാടടക്കം ഭരതനു വരും അതിപ്രൗഢ കീർത്തിയാ നിനക്കും വസിക്കാം ചിരം. വേണമെന്നാകിൽ അതിനൊരു ഉപായവും പ്രാണസമേതവ ചൊല്ലിത്തരുവൻ ഞാൻ. മുന്നം അസുരയുദ്ധേ ദശരഥൻ തന്നെ മിത്രാർത്ഥം മഹേന്ദ്രൻ അർത്ഥിക്കയാൽ മന്നവൻ ശാപബാണങ്ങളും കൈക്കൊണ്ട് തന്നെ സൈന്യൈ സമം തേരിലേറിനാൻ. നിന്നോടുകൂടവേ വെണ്ണിൽ അകമ്പുക്ക് സന്നദ്ധനായി ചെന്ന് അസുരരോടേറ്റപ്പോൾ ചെന്നമായി വന്നു രഥാക്ഷകീലകം. പോരിൽ അന്നതറിഞ്ഞതുമില്ല ദശരഥൻ. സത്വരം കീലരന്ധ്രത്തിങ്കൽ നിന്നുടെ ഹസ്തദണ്ഡം സമാവേശ ധൈര്യേണ നീ ചിത്രമത്രേ. പതിപ്രാണ രക്ഷാർത്ഥമായി യുദ്ധം കഴിവോളം അങ്ങനെ നിന്നതും. ശത്രുക്കളെ വധം ചെയ്തു പൃഥ്വീന്ദ്രനും യുദ്ധനിവൃത്തനായൊരു ദശാന്തരേ. നിൻ തൊഴിൽ കണ്ട അതിസന്തോഷം ഉൾക്കൊണ്ട് ചെന്തളർമേനി പുണർന്നുടൻ
പുഞ്ചിരി പൂണ്ടു പറഞ്ഞതു ഭൂപനും, നിൻ ചരിതം നന്നു നന്നു നിരൂപിച്ചാൽ 2 വരം തരാം. നീ എന്നെ രക്ഷിച്ചുകൊണ്ട് അതുമൂലം വരിച്ചുകൊണ്ടാലും നീ. ഭർത്തൃവാക്യം കേട്ടു നീയും അന്നേരത്തു ചിത്തസമ്മോദം കലർന്നു ചൊല്ലിടിനാൾ. ദത്തമായോരു വരദ്വയം സാദരം ന്യസ്തം ഭവതി മയാ നൃപതീശ്വര. ഞാനൊരവസരത്തെങ്കിൽ അപേക്ഷിച്ചാൽ ഊനം വരാതെ തരികെന്നതേ വേണ്ടൂ എന്നു പറഞ്ഞിരിക്കുന്ന വരദ്വയം ഇന്ന് അപേക്ഷിച്ചു കൊള്ളേണം മടിയാതെ. ഞാനും മറന്നു കിടന്നിതു മുന്നമേ മനസ്സേ തോന്നി ബലാൽ ഈശ്വരാജ്ഞയാ. ധീരതയോടിനി ക്ഷിപ്രം ഇപ്പോൾ ക്രോധാകാരം പ്രവിശ്യ കോപേന കിടക്ക നീ. ആഭരണങ്ങളും പൊട്ടിച്ചെറിഞ്ഞ് അതിശോഭ പൂണ്ടൊരു കാർകൂന്തൽ അഴിച്ചിട്ട് ഭൂമേനിയും പൊടികൊണ്ടങ്ങ് അണിഞ്ഞിഹ. ഭൂമിയിൽ തന്നെ മലിനാംബരത്തോടും കണ്ണുനീരാലെ മുഖവും മുലകളും നന്നായി നനച്ചു കരഞ്ഞു. കരഞ്ഞുകൊണ്ട് അർത്ഥിച്ചു കൊള്ളുക വരദ്വയം. ഭൂപതി സത്യം പറഞ്ഞാൽ ഉറപ്പിച്ചു മാനസം. മന്ധര ചൊന്ന പോലെ അതിനേതും ഒരന്തരം കൂടാതെ ചെന്നു കൈകേയിയും പദ്യമിതൊക്കെ തനിക്കെന്ന് കൽപ്പിച്ചു ചിത്തമോഹേന കോപാലയേ മേവിനാൾ. കൈകേയി മന്ധരയോട് ചൊന്നാളിനി രാഘവൻ കാനനത്തിനു പോവോളവും ഞാൻ ഇവിടെ കിടന്നിടുവനല്ലെങ്കിൽ പ്രാണനെയും കളഞ്ഞിടുവൻ നിർണയം. ഭൂപരിത്രാണാർത്ഥമിന്നു ഭരതനു ഭൂപതി ചെയ്താൻ അഭിഷേകമെങ്കിൽ ഞാൻ വേറെ നിനക്ക് ഭോഗാർത്ഥമായി നൽകുവൻ 100 ദേശങ്ങൾ. അതിനില്ല സംശയം. ഏതും ഇതിനൊരിളക്കം വരാകിൽ നീ ചേതസീ ചിന്തിച്ച കാര്യം വരും ദൃഢം എന്നു പറഞ്ഞു പോയിടിനാൾ മന്ധര. പിന്നെ ഔവണ്ണം അനുഷ്ഠിച്ചു രാജ്ഞിയും. ധീരനായേറ്റം ദയാന്വിതനായി ഗുണാചാര സംയുക്തനായി നീതിജ്ഞനായി നിജദേശിക വാക്യസ്ഥിതനായി സുശീലനായ അശുദ്ധനായി വിദ്യാനിരതനായി ശിഷ്ടനായുള്ളവനെന്നങ്ങിരിക്കലും ദുഷ്ടസംഘം കൊണ്ട് കാലാന്തരത്തിനാൽ സജ്ജന നിന്ദ്യനായി വന്നുകൂടും ദൃഢം. ദുർജന സംസർഗം ഏറ്റം അകലവേ വർജിക്ക വേണം പ്രയത്നേന സൽപുമാൻ. കജ്ജളം പറ്റിയാൽ സ്വർണവും നിഷ്പ്രഭം. എങ്കിലോ രാജാ ദശരഥനാദരാൽ പങ്കജ നേത്രാഭ്യുദയം നിമിത്തമായി മന്ത്രി പ്രഭൃതികളോടും പറഞ്ഞുകൊണ്ട് അന്തഃപുരമകമ്പുക്ക് അരുളിയിടിനാൻ. അന്നേരം ആത്മപ്രിയതമയാകിയ തന്നുടെ പത്നിയെ കാണായ കാരണം എത്രയും വിഹുലനായൊരു ഭൂപനും ചിത്തതാരിൽ നിരൂപിച്ചിതീദൃശം. മന്ദിരം തന്നിൽ ഞാൻ ചെന്നുകൂടും വിധവും മന്ദസ്മിതം ചെയ്ത് അരികെ വരും പുരാ. സുന്ദരിയാം അവൾ ഇന്നെങ്ങു പോയി നാൾ മന്ദമാകുന്നിതു ഉന്മേഷമെൻ മാനസേ. ചൊല്ലുവിൻ ദാസികളെ ഭവൽ സ്വാമിനി കല്യാണഗാത്രി മറ്റെങ്ങു പോയിടിനാൾ. ഏവം നരപതി ചോദിച്ച നേരത്ത് ദേവി തന്നാളികളും പറഞ്ഞിടിനാർ. ക്രോധാലയം പ്രവേശിച്ചത് അതിൻമൂലം ഏതു അറിഞ്ഞില്ല ഞങ്ങളോ മന്നവാ. തത്ര ഗത്വാ നിന്തിരുവടി ദേവി തൻ ചിത്തം അനുസരിച്ചിടുക വൈകാതെ എന്നതു കേട്ടു ഭയേന മഹീപതി ചെന്നങ്ങ് അരികത്തിരുന്നു സസംഭ്രമം. മന്ദമന്ദം തലോടി പ്രിയേ സുന്ദരീ ചൊല്ലെന്തിതു വല്ലഭേ. നാഥേ വെറും നിലത്തുള്ള പൊടി അണിഞ്ഞാതങ്കമോട് കിടക്കുന്നതെന്തു നീ. ചേതോ വിമോഹന രൂപേ ഗുണശീലേ ഖേദമുണ്ടായത് എന്തെന്നോട് ചൊൽകടോ. മൽപ്രജാവൃന്ദമായുള്ളവരാരുമേ വിപ്രിയം ചെയ്യുകയുമില്ല നിനക്കെടോ. നാരികളോ നരന്മാരോ ഭവതിയോടാരൊരു വിപ്രിയം ചെയ്തതോ വല്ലഭേ. ദണ്ഡ്യനെന്നാകിലും വധ്യനെന്നാകിലും ദണ്ഡം എനിക്കതിനില്ല നിരൂപിച്ചാൽ. നിർധനൻ എത്രയും ഇഷ്ടൻ നിനക്കെങ്കിൽ അർദ്ധപതിയാക്കി വയ്പ്പൻ അവനെ ഞാൻ. വധ്യനെ നൂനം അവധ്യനാക്കിയിടുവൻ. വധ്യനാക്കിയിടാം അവധ്യനെ വേണ്ടുകിൽ നൂനം നിനക്കധീനം മമ ജീവനം മാനിനീ. ഖേദിപ്പതിനെന്തു കാരണം. മൽപ്രാണനേക്കാൾ
പ്രിയതമനാകുന്നതിപ്പോൾ എനിക്കു മൽപുത്രനാം രാഘവൻ. അങ്ങനെയുള്ള രാമൻ മമ നന്ദനൻ മംഗലശീലനാം ശ്രീരാമനാണ് ഞാൻ. അങ്കനാരത്നമേ ചെയ്വൻ തവഹിതം ഇങ്ങനെ ഖേദിപ്പിയായ മാം വല്ലഭേ. ഇത്തം ദശരഥൻ കൈകേയി തന്നോട് സത്യം പറഞ്ഞതു കേട്ടു തെളിഞ്ഞവൾ കണ്ണുനീരും തുടച്ചുദ്ധാനവും ചെയ്തു. മന്നവൻ തന്നോട് മന്ദം ഉര ചെയ്താൾ. സത്യപ്രതിജ്ഞനായുള്ള ഭവാൻ മമ സത്യം പറഞ്ഞതു നേരെങ്കിൽ എന്നുടെ പഥ്യമായുള്ളതിനെ പറഞ്ഞിടുവൻ വ്യർത്ഥമാക്കിയിടായ സത്യത്തെ മന്നവാ. എങ്കിലോ പണ്ട് അസുര അയോധനെ സങ്കടം തീർത്ത് രക്ഷിച്ചേൻ ഭവാനെ ഞാൻ. സന്തുഷ്ടചിത്തനായ അന്ന് ഭവാൻ മമ ചിന്തിച്ചു 2 വരങ്ങൾ നൽകിയില്ലയോ. വേണ്ടുന്ന നാൾ അപേക്ഷിക്കുന്നതുണ്ടെന്ന് വീണ്ടും വരങ്ങൾ തരികെന്ന് ചൊല്ലി ഞാൻ വച്ചിരിക്കുന്നു ഭവാങ്കൽ. അത് 2 ഇച്ഛയുണ്ട് ഇന്ന് വാങ്ങിടുവാൻ ഭൂപതേ. എന്നതിലൊന്ന് രാജ്യാഭിഷേകം ഭവാൻ ഇന്നു ഭരതനു ചെയ്യണമെന്നതും പിന്നെ മറ്റേതു രാമൻ വനവാസത്തിൽ നിന്നു തന്നെ ഗമിക്കണമെന്നുള്ളതും. ഭൂപതി വീരൻ ജടാവൽക്കലം പൂണ്ട് താപസവേഷം ധരിച്ചു വനാന്തരേ കാലം 14 വത്സരം വാഴണം. മൂലഫലങ്ങൾ ഭുജിച്ചു മഹീപതേ. ഭൂമി പാലിപ്പാൻ ഭരതനെ ആക്കണം. രാമൻ ഉഷസീവനത്തിനു പോകണം. എന്നിവ 2 വരങ്ങളും നൽകുകിൽ ഇന്നു മരണം എനിക്കില്ല നിർണയം എന്നു കൈകേയി പറഞ്ഞോരനന്തരം മന്നവൻ മോഹിച്ചു വീണാനവനിൽ. വജ്രമേറ്റ് അദ്രി പതിച്ച പോലെ ഭുവി സജ്വര ചേതസാ വീണതു ഭൂവനും. പിന്നെ മുഹൂർത്തമാത്രം ചെന്ന നേരത്ത് കണ്ണുനീർ വാർത്തു വിറച്ചു നൃപാധിപൻ. ദുസ്സഹ വാക്കുകൾ കേൾക്കായതെന്തയ്യോ. ദുസ്വപ്നം ആഹന്ത കാണുകയോ. ഞാനിഹ ചിത്തഭ്രമം ബലാലുണ്ടാകയോ. മമ മൃത്യു സമയം ഉപസ്ഥിതമാകയോ. കിമേ തൽകൃതം ശങ്കര ദൈവമേ പങ്കജലോചനാഹ പരബ്രഹ്മമേ. വ്യാഘ്രിയെ പോലെ സമീപേ വസിക്കുന്ന മൂർഖമതിയായ കൈകേയി തൻ മുഖം നോക്കി നോക്കി ഭയം പൂണ്ടു. ദശരഥൻ ദീർഘമായി വീർത്തേവം ഉര ചെയ്തു. എന്തിവണ്ണം പറയുന്നതു ഭദ്രേ നീ എന്തു നിന്നോട് പിഴച്ചതു രാഘവൻ. പ്രാണഹാനികരമായ വാക്കു നീ ഇപ്പോൾ ഉര ചെയ്വതിനെന്തു കാരണം. എന്നോട് രാമഗുണങ്ങളെ വർണ്ണിച്ചു മുന്നമെല്ലാം നീ പറഞ്ഞല്ലോ കേൾപ്പൂ ഞാൻ. എന്നെയും കൗസല്യാദേവിയെയും അവൻ തന്നുള്ളിലൊരു ഭേദം ഒരിക്കലും എന്നല്ലോ മുന്നം പറഞ്ഞിരുന്നു. നിനക്കിന്നിത് തോന്നുവാൻ എന്തൊരു കാരണം. നിന്നുടെ പുത്രനു രാജ്യം തരാമല്ലോ. ധന്യശീലേ രാമൻ പോകണമെന്നുണ്ടോ. രാമനാൽ ഏതും ഭയം നിനക്കുണ്ടാകാ. ഭൂപതിയായി ഭരതനിരുന്നാലും എന്നു പറഞ്ഞു കരഞ്ഞു പോയി ചെന്നുടൻ കാൽക്കൽ വീണു മഹീപാലനും. നേത്രങ്ങളും ചുവപ്പിച്ചു കൈകേയിയും ധാത്രീപതീശ്വരനോട് ചൊല്ലിയിടിനാൾ. ഭ്രാന്തനെന്നാകയോ ഭൂമിപതേ ഭവാൻ. ഭ്രാന്തിവാക്യങ്ങൾ ചൊല്ലുന്നത് എന്തിങ്ങനെ. ഘോരങ്ങളായ നരകങ്ങളിൽ ചെന്നു ചേരും അസത്യവാക്യങ്ങൾ ചൊല്ലിയിടിനാൽ. പങ്കജനേത്രനാം രാമൻ ഉഷസിന് ശങ്കാവിഹീനം വനത്തിന് പോകായിൽ എന്നുടെ ജീവനെ ഞാൻ കളഞ്ഞിടുവൻ. മന്നവൻ മുൻപിൽ നിന്നില്ല ഒരു സംശയം. സത്യസന്ധൻ ഭുവിരാജ ദശരഥൻ എത്രയും എന്നുള്ള കീർത്തി രക്ഷിക്കണം. സാധുമാർഗത്തെ വെടിഞ്ഞതു കാരണം യാതനാ ദുഃഖാനുഭൂതി ഉണ്ടാക്കേണ്ട. രാമോ ഉപരി ഭവാൻ ചെയ്ത ശപഥവും ഭൂമിപതേ വൃഥാ മിഥ്യയാക്കിയിടൊല. കൈകേയി തന്നെ നിർബന്ധവാക്യവും രാഘവനോട് വിയോഗം വരുന്നതും ചിന്തിച്ചു ദുഃഖസമുദ്രേ നിമഗ്നനായി സന്താപമോട് മോഹിച്ചു വീണീടിനാൻ. പിന്നെ ഉണർന്നു ഇരുന്നും കിടന്നും മകൻ തന്നെ ഓർത്തും പറഞ്ഞും കരഞ്ഞും സദാ രാമേതി
പ്രലാപേന യാമിനി പോയിതു വത്സര തുല്യമായി. ചെന്നാരരുണോദയത്തിനു സാദരം വന്ദികൾ ഗായകന്മാരെന്നിവരെല്ലാം മംഗളവാദ്യസ്തുതി ജയശബ്ദങ്ങൾ സംഗീത ഭേദങ്ങൾ എന്നിവറ്റെ കൊണ്ടും പള്ളിക്കുറിപ്പുണർത്തിയിടിനാർ. അന്നേരം ഉള്ളിലുണ്ടായ കോപേന കൈകേയിയും ക്ഷിപ്രം അവരെ നിവാരണവും ചെയ്താൾ. വിഭ്രമം കൈക്കൊണ്ടു നിന്നാരവറുകളും. അപ്പോൾ അഭിഷേക കോലാഹലാർത്ഥമായി തൽപുരമൊക്കെ നിറഞ്ഞു ജനങ്ങളാൽ. ഭൂമി ദേവന്മാരും ഭൂമി പാലന്മാരും ഭൂമി സ്പൃശോ വൃഷലാദി ജനങ്ങളും താപസവർഗവും കന്യകാവൃന്ദവും ശോഭ തേടുന്ന പെൺകൊറ്റ കുടതഴ ചാമരം താലവൃന്ദം കൊടി തോരണം ചാമികരാഭരണാദ്യലങ്കാരവും വാരണവാജിരഥങ്ങൾ പദാതിയും വാരനാരീജനം പൗരജനങ്ങളും ഹേമരത്നോജ്വല ദിവ്യ സിംഹാസനം ഹേമകുംഭങ്ങളും ശാർദൂല ചർമ്മവും മറ്റും വസിഷ്ഠൻ നിയോഗിച്ചതൊക്കവേ കുറ്റമൊഴിഞ്ഞാശു സംഭരിച്ചിടിനാർ. സ്ത്രീ ബാലവൃദ്ധാവധി പുരവാസികൾ ആബദ്ധ കൗതൂഹലാബ്ധി നിമഗ്നരായി രാത്രിയിൽ നിദ്രയും കൈവിട്ടു മാനസേ ചീർത്ത പരമാനന്ദത്തോടുമേവിനാർ. നമ്മുടെ ജീവനാം രാമകുമാരനെ നിർമ്മല രത്ന കിരീടം അണിഞ്ഞ് അതിരമ്യമകര ഐത മണി കുണ്ഡല സംമുക്ത ശോഭിത ഗണ്ഡസ്ഥലങ്ങളും പുണ്ടരീകച്ഛതലോചന ഭംഗിയും പുണ്ടരീകാര അതിമണ്ഡല തുണ്ടവും ചന്ദ്രികാ സുന്ദര മന്ദസ്മിതാഭയും കുന്ദമുകുന്ദ സമാന ദന്തങ്ങളും ബന്ധൂകസൂന സമാന അധരാഭയും കന്ധര രാജിത കൗസ്തുഭരത്നവും ബന്ധുരാഭം തിരുമാർ ഉദരവും സന്ധ്യ അഭ്ര സന്നിഭ പീതാംബരാഭയും പൂഞ്ചേലമീതേ വിളങ്ങി പിന്നിടുന്ന കാഞ്ചന കാഞ്ചികളും തനുമധ്യവും കുംഭികുലോത്തമൻ തുമ്പിക്കരം കൊണ്ട് കുമ്പിട്ടു കൂപ്പിയിടും ഊരുകാണ്ഡങ്ങളും കുംഭീന്ദ്രമസ്തക സന്നിഭജാനുവും അംഭോജബാണ നിഷങ്ക ആഭ ജംഘയും കമ്പം കലർന്നു കമഠപ്രവരനും കുമ്പിടുന്നു ഒരു പുറവടി ശോഭയും അംഭോജതുല്യമാ അംഘ്രിതലങ്ങളും ജംഭാരി രത്നം തൊഴും തിരുമേനിയും ഹാരകടകവലയ അങ്കുലീയാദി ചാരുതര ആഭരണാവലിയും പൂണ്ട് വാരണവീരൻ കഴുത്തിൽ തിറത്തോട് ഗൗരാ ആദപത്രം ധരിച്ചരികെ നിജ ലക്ഷ്മണനാകിയ സോദരൻ തന്നോടും ലക്ഷ്മി നിവാസനം രാമചന്ദ്രൻ മുതാ കാണായി വരുന്നു നമുക്കിനി എന്നിതം മാനസതാരിൽ കൊതിച്ചു നമുക്കെല്ലാം. ക്ഷോണീപതി സുതനാകിയ രാമനെ കാണായി വരും പ്രഭാതേ ബദ നിർണയം. രാത്രിയാ രാക്ഷസി പോകുന്നതില്ലെന്ന ചീർത്ത വിഷാദമോട് ഔത്സുക്യം ഉൾക്കൊണ്ട് മാർത്താണ്ഡദേവനെ കാണാഞ്ഞു നോക്കിയും പാർത്ത് ആനന്ദപൂർണ അമൃതാബ്ധിയിൽ വീണു മുഴുകിയും പിന്നെയും പൊങ്ങിയും വീണ് വാണിടിനാർ പുരവാസികൾ ആദരാൽ. വിച്ഛിന്ന അഭിഷേകം എന്നുവെച്ചാൽ മുടങ്ങുന്നു, അഭിഷേകം മുടക്കുന്നു. അന്നേരം ആദിത്യനും ഉദിച്ചിടിനാൻ മന്നവൻ പള്ളിക്കുറിപ്പുണർന്നീരിന്നും എന്തൊരു മൂലം അതിനെന്നു മാനസേ ചിന്തിച്ചു മന്ദമന്ദം തഥാ മന്ത്രി പ്രവരനാകുന്ന സുമന്ത്രരും അന്തഃപുരം അകമ്പുക്കാനാതിദ്രുതം രാജീവമിത്ര ഗോത്രോത്ഭൂത ഭൂപതേ രാജരാജേന്ദ്ര പ്രവരാ ജയ ജയ. യുദ്ധം നൃപനെ സ്തുതിച്ചു നമസ്കരിച്ച് ഉത്ഥാനവൻ ചെയ്തു വന്ദിച്ചു നിന്നപ്പോൾ എത്രയും ഖിന്നനായി കണ്ണുനീരും വാർത്ത് പൃഥ്വിയിൽ തന്നെ കിടക്കും നരേന്ദ്രനെ ചിത്താകുലതയാ കണ്ടു സുമന്ത്രരും. സത്വരം കൈകേയി തന്നോട് ചോദിച്ചാൻ, ദേവനാരീ സമേ രാജപ്രിയതമേ ദേവി കൈകേയി ജയ ജയാ സന്തതം. ഭൂലോകപാലൻ പ്രകൃതി പകരുവാൻ മൂലം എന്തോന്നു മഹാരാജവല്ലഭേ ചൊല്ലുക എന്നോടെന്നു കേട്ടു കൈകേയിയും ചൊല്ലിനാളാശു സുമന്ത്രരോടന്നേരം. ധാത്രീപതീന്ദ്രന് നിദ്രയുണ്ടായില്ല രാത്രിയിൽ എന്നത് കാരണമാകയാൽ സ്വസ്ഥനല്ലാതെ ചമഞ്ഞിതു തന്നെ ചിത്തത്തിന് അസ്വതന്ത്രത്വം ഭവിക്കയാൽ
രാമരാമേതി രാമേതി ജപിക്കയും രാമനെ തന്നെ മനസ്സിൽ ചിന്തിക്കയും ഉദ്യൽ പ്രജാകര സേവയും ചെയ്യുകയാൽ അത്യന്തം ആകുലനായതോ മന്നവൻ. രാമനെ കാണാഞ്ഞു ദുഃഖം നൃപേന്ദ്രനു രാമനെ ചെന്ന് വരുത്തുക വൈകാതെ എന്നതു കേട്ടു സുമന്ത്രനും ചൊല്ലിനാൻ, ചെന്നു കുമാരനെ കൊണ്ടുവരാമല്ലോ. രാജവചനം അനാകർണ്യ ഞാനിക രാജീവലോചനെ പോകുന്നത് എങ്ങനെ എന്നതു കേട്ട ഭൂപാലനും ചൊല്ലിനാൻ, ചെന്നു നീ തന്നെ വരുത്തുക രാമനെ. സുന്ദരനായൊരു രാമകുമാരനാം നന്ദനൻ തന്മുഖം വൈകാതെ കാണണം എന്നതു കേട്ടു സുമന്ത്രൻ ഉഴറിപ്പോ ചെന്ന് കൗസല്യാസുതനോട് ചൊല്ലിനാൻ, താതൻ ഭവാനെ ഉണ്ടല്ലോ വിളിക്കുന്നു, സാദരം വൈകാതെ എഴുന്നള്ളുക വേണം. മന്ത്രി പ്രവരവാക്യം കേട്ടു രാഘവൻ മന്ദേതരം അവൻ തന്നോടു കൂടവേ സൗമിത്രിയോടും കരേറി രഥോ ഉപരി പ്രേമവിവശനാം താതൻ മരുവീടം മന്ദിരേ ചെന്ന് പിതാവിൻ പദദ്വയം വന്ദിച്ചു വീണു നമസ്കരിച്ചിടിനാൻ. രാമനെ ചെന്നെടുത്താലിംഗനം ചെയ്യുവാൻ ഭൂമിപനാശു സമുദ്ധായ സംഭ്രമാൽ ബാഹുക്കൾ നീട്ടിയ നേരത്തു ദുഃഖേന മോഹിച്ചു ഭൂമിയിൽ വീണിതു ഭൂപനും. രാമരാമേതി പറഞ്ഞു മോഹിച്ചൊരു ഭൂമിപനെ കണ്ടു വേഗേന രാഘവൻ താതനെ ചെന്നെടുത്ത് ആശ്ലേഷവൻ ചെയ്തു സാദരം തൻ്റെ മടിയിൽ കിടത്തിനാൻ. നാരീജനങ്ങൾ അതു കണ്ട് അനന്തര ആരൂഢ ശോകാൽ വിലാപം തുടങ്ങിനാർ. രോദനം കേട്ടു വസിഷ്ഠ മുനീന്ദ്രനും ഖേദേന മന്ദിരം പുക്കിതു സത്വരം. ശ്രീരാമദേവനും ചോദിച്ചു തന്നേരം കാരണം എന്തോന്നു താത ദുഃഖത്തിന് നേരെ പറവിൻ. അറിഞ്ഞവരെന്നത് നേരം പറഞ്ഞതു കേകയപുത്രിയും, കാരണം താത ദുഃഖത്തിനു നീ തന്നെ പാരിൽ സുഖം ദുഃഖമൂലമല്ലോ നൃണാം. ചേതസി നീ നിരൂപിക്കിലെഴുതിനീ താതനു ദുഃഖ നിവൃത്തി വരുത്തുവാൻ. കർത്തൃദുഃഖോ ഉപശാന്തിക്ക് കിഞ്ചിൽ ത്വയാ കർത്തവ്യമായൊരു കർമ്മം എന്നായി വരും. സത്യവാദി ശ്രേഷ്ഠനായ പിതാവിനെ സത്യപ്രതിജ്ഞനാക്കിയിടുക നീ, അത് ചിത്തഹിതം. നൃപതീന്ദ്രനു നിർണയം പുത്രരിൽ ജ്യേഷ്ഠനാകുന്നത് നീയല്ലോ. രണ്ടു വരം മമ ദത്തമായിട്ടുണ്ടു പണ്ടു നിൻ താതനാൽ സന്തുഷ്ടചേതസ. നിന്നാലേ സാധ്യമായുള്ളോന്നത് രണ്ടു ഇന്ന് തരേണം. നിന്നാലേ സാധ്യമായുള്ളോന്നത് രണ്ടും ഇന്ന് തരേണമെന്നർത്ഥിക്കുകയും ചെയ്തേൻ. നിന്നോടത് പറഞ്ഞിടുവാൻ നാണിച്ചു ഖിന്നനായി വന്നിതു താതനറിയ നീ. സത്യപാശേന സംബദ്ധനാം താതനെ സത്വരം രക്ഷിപ്പതിന് യോഗ്യൻ ഭവാൻ. പുന്നാമമാകും നരകത്തിൽ നിന്നുടൻ തന്നുടെ താതനെ ത്രാണനം ചെയ്യുകയാൽ പുത്രനെന്നുള്ള ശബ്ദം വിധിച്ചു. ശതപത്ര സമുദ്ഭവനെന്നതറിയ നീ. മാതൃവചനശൂലാഭിഹതനായ മേദിനി പാലകുമാരനാം രാമനും ഇത്രയും ഏറ്റം വ്യഥിതനായി ചൊല്ലിനാനിത്ര എല്ലാം പറയണമോ മാതാവേ. താതാർത്ഥമായിട്ടു ജീവനെ തന്നെയും മാതാവു തന്നെയും സീതയെ തന്നെയും ഞാൻ ഉപേക്ഷിപ്പതിനില്ല. താതാർത്ഥമായിട്ട് ജീവനെ തന്നെയും മാതാവു തന്നെയും സീതയെ തന്നെയും ഞാൻ ഉപേക്ഷിപ്പതിനില്ല സംശയം. മാനസേ ഖേദം അതിൽ എനിക്കേതും. രാജ്യമെന്നാകലും താതൻ നിയോഗിക്കിൽ ത്യാജം എന്നാൽ എന്നറിയാ നീ മാതാവേ. ലക്ഷ്മണൻ തന്നെ ത്യജിക്കുന്ന ചൊൽകിലും തൽക്ഷണം ഞാൻ ഉപേക്ഷിപ്പനറിയ നീ. പാവകൻ തങ്ങൾ പതിക്കണമെങ്കിലും ഏവം വിഷം കുടിക്കണമെന്നാകിലും താതൻ നിയോഗിക്കിലേതുമേ സംശയം ചേതസി ചെറ്റിൽ എനിക്കെന്നറിയ നീ. താത കാര്യം അനാജ്ഞപ്രദമെന്നാകിലും മോദേന ചെയ്യുന്ന നന്ദനുത്തമൻ. താതകാര്യം അനാജ്ഞപ്തം എന്നാകിലും മോദേന ചെയ്യുന്ന നന്ദൻ ഉത്തമൻ. പിത്രാനിയുക്തനായിട്ട് ചെയ്യുന്നവൻ മധ്യമനായുള്ള പുത്രൻ അറിഞ്ഞാലും ഉക്തമെന്നാകിലും ഇക്കാര്യം എന്നാലേ കർത്തവ്യം അല്ലെന്ന് വച്ചങ്ങടങ്ങുന്നവൻ. പിത്രോർമലമെന്ന് ചൊല്ലുന്നു സജ്ജനം യുദ്ധമെല്ലാം പരിജ്ഞാനം അയാധുന. ആകയാൽ താത നിയോഗം അനുഷ്ഠിപ്പാൻ ആകുലമേതും എനിക്കില്ല നിർണയം. സത്യം കരോമ്യഹം സത്യം കരോമ്യഹം സത്യം അയോക്തം മറിച്ചു രണ്ടായി വരാ. രാമപ്രതിജ്ഞ കേട്ടോരു കൈകേയിയും രാമനോടാശ ചൊല്ലിടിനാളാദരാൽ.
താതൻ നിനക്ക് അഭിഷേകാർത്ഥമായുടൻ ആദരാൽ സംഭരിച്ചൊരു സംഭാരങ്ങൾ കൊണ്ട് അഭിഷേകം ഭരതനു ചെയ്യണം. രണ്ടാം വരം പിന്നെ ഒന്നുണ്ട് വേണ്ടുന്നു. നീ 14 സംവത്സരം കാനനേ താപസവേഷണ വാഴുകയും വേണം. നിന്നോടത് നിയോഗിപ്പാൻ മടിയുണ്ട് മന്നവൻ ഇന്നത് ദുഃഖമാകുന്നതും എന്നതു കേട്ടു ശ്രീരാമനും ചൊല്ലിനാൻ, ഇന്നതിനെന്തൊരു വൈഷമ്യമായത്. ചെയ്യുക അഭിഷേകം ഭരതന്, ഞാനിനി വൈകാതെ പോവൻ വനത്തിനു മാതാവേ. എന്തതെന്നോട് ചൊല്ലാഞ്ഞു പിതാവത് ചിന്തിച്ചു ദുഃഖിപ്പതിനെന്തു കാരണം. രാജ്യത്തെ രക്ഷിപ്പതിനു മതി അവൻ, രാജ്യം ഉപേക്ഷിപ്പതിനു ഞാനും മതി. ദണ്ഡമത്രേ രാജ്യഭാരം വഹിപ്പത്, ദണ്ഡകവാസത്തിനേറ്റം എഴുതല്ലോ. സ്നേഹം എന്നെ കുറിച്ചേറും അമ്മയ്ക്ക്, മദ്ദേഹമാത്രം ഭരിക്കുന്നു വിധിക്കയാൽ. ആകാശഗംഗയെ പാതാള ലോകത്ത് വേഗേന കൊണ്ടു ചെന്നാക്കി ഭഗീരഥൻ തൃപ്തി വരുത്തി പിതൃക്കൾക്ക് പൂര്യവും തൃപ്തനാക്കിയിടിനാൻ. താതനു തന്നെ യൗവനം നൽകി ജരാനരയും വാങ്ങി, ദിവ്യന്മാരായാർ പിതൃപ്രസാദത്തിനാൽ. അല്പമായുള്ളൊരു കാര്യം നിരൂപിച്ചു മൽപിതാ, ദുഃഖിപ്പതിനില്ല അവകാശം. രാഘവവാക്യമേവം കേട്ടു ഭൂപതി, ശോകേന നന്ദനൻ തന്നോട് ചൊല്ലിനാൻ. സ്ത്രീജിതനായ അതികാമുകനായൊരു രാജ അധമനാകും എന്നെയും വൈകാതെ പാശേന ബന്ധിച്ചു രാജ്യം ഗ്രഹിക്ക നീ. ദോഷം നിനക്കതിനേതും അകപ്പെടാ. രാഘവവാക്യമേവം കേട്ടു ഭൂപതി, ശോകേന നന്ദനൻ തന്നോട് ചൊല്ലിനാൻ. സ്ത്രീജിതനായ അതികാമുകനായൊരു രാജ അധമനാകും എന്നെയും വൈകാതെ പാശേന ബന്ധിച്ചു രാജ്യം ഗ്രഹിക്ക നീ. ദോഷം നിനക്ക് അതിനേതും അകപ്പെടാ. അല്ലാകിൽ എന്നോട് സത്യദോഷം പറ്റുമല്ലോ കുമാരാ ഗുണാംബുധേ രാഘവ. പൃഥ്വീപതീന്ദ്രൻ ദശരഥനും പുനരുദ്ധം പറഞ്ഞു കരഞ്ഞു തുടങ്ങിനാൻ. ഹാ രാമ ഹാ ജഗന്നാഥ ഹാ രാമ ഹാ രാമ ഹാ മമ പ്രാണവല്ലഭ. നിന്നെ പിരിഞ്ഞു പൊറുക്കുന്നതെങ്ങനെ, എന്നെ നീ ഘോര മഹാവനം തന്നിൽ ഗമിക്കുന്നതെങ്ങനെ നന്ദന എന്നിത്തരം പല ജാതി പറകയും കണ്ണുനീരാലോല വാർത്തു കരകയും നന്നായി മുറുകെ തഴുകയും പിന്നെ ചുടുചുടേ ദീർഘമായി വീർക്കയും. ഖിന്നനായൊരു പിതാവിനെ കണ്ടുടൻ തന്നുടെ കയ്യാൽ കുളിർത്ത ജലം കൊണ്ട് കണ്ണും മുഖവും തുടച്ചു. രഘുത്തമൻ ആശ്ലേഷ നീതി വാഗ്വൈഭവാദ്യങ്ങളാൽ ആശ്വസിപ്പിച്ചാൻ നയ കോപിതൻ തഥാ. എന്തിനെൻ താതൻ വൃഥൈവ ദുഃഖിക്കുന്നത് എന്തൊരു ദണ്ഡമിതിന്നു മഹീപതേ. സത്യത്തെ രക്ഷിച്ചു കൊള്ളുവാൻ ഞങ്ങൾക്ക് ശക്തി പോരാകുമില്ലിതു രണ്ടിനും. സോദരൻ നാടു ഭരിച്ചിരുന്നിടുക, സാദരൻ ഞാൻ അരണ്യത്തിലും വാഴുവൻ. ഓർക്കിലീ രാജ്യഭാരം വഹിക്കുന്നതിൽ സൗഖ്യമേറും വനത്തിങ്കിൽ വാണിടുവാൻ. ഏതുമേ ദണ്ഡമില്ലാതെ കർമ്മം മമ മാതാവെനിക്കു വിധിച്ചത് നന്നല്ലോ. മാതാവ് കൗസല്യ തന്നെയും വന്ദിച്ചു മൈഥിലിയോടും പറഞ്ഞിനി വൈകാതെ പോവതിനായി വരുന്നേനെന്നരുൾ ചെയ്തു ദേവനും. മാതൃദേഹം പുക്കതു നേരം ധാർമ്മികയാകിയ മാതാസു സമ്മതം ബ്രാഹ്മണരെ കൊണ്ട് ഹോമ പൂജാദികൾ പുത്രാഭ്യുദയത്തിനായി കൊണ്ട് ചെയ്യിച്ചു. വിത്തം അതീവ ദാനങ്ങൾ ചെയ്ത് ആദരാൽ ഭക്തി കൈക്കൊണ്ട് ഭഗവത് പദാംബുജം ചിത്തത്തിൽ നന്നായി ഉറപ്പിച്ച് ഇളകാതെ നന്നായി സമാധി ഉറച്ചിരിക്കുന്നേരം ചെന്നൊരു പുത്രനെയും കണ്ടതില്ലല്ലോ. അന്തികെ ചെന്നു കൗസല്യോടന്നേരം സന്തോഷമോട് സുമിത്ര ചൊല്ലിടിനാൾ. രാമൻ ഉപഗതനായത് കണ്ടില്ലേ, ഭൂമിപാലപ്രിയെ നോക്കിടുകന്ന് അപ്പോൾ വന്ദിച്ചു നിൽക്കുന്ന രാമകുമാരനെ മന്ദേതരം മുറുകെ ഉണർന്നിടിനാൾ. പിന്നെ മടിയിലിരുത്തി നെറുകയിൽ നന്നായി മുകർന്നു കുതൂഹലാൽ ഇന്ദി വരദള ശ്യാമ കളേവരം മന്ദം തലോടി പറഞ്ഞിടിനാൾ. എന്തൻ മകനീ മുഖാംബുജം വാടുവാൻ ബന്ധമുണ്ടായതു പാരം വിശക്കയോ. വന്നിരുന്നീടു ഭുജിപ്പതിനാശ് നീ എന്ന് മാതാവ് പറഞ്ഞോരനന്തരം വന്ന ശോകത്തെ അടക്കി രഘുവരൻ തന്നുടെ മാതാവിനോട് അരുളി ചെയ്തു. ഇപ്പോൾ ഭുജിപ്പാൻ അവസരമില്ലമ്മേ, ക്ഷിപ്രം അരണ്യവാസത്തിനു പോകണം.
മുൽപ്പാട് കേകയ പുത്രിയാ അമ്മയ്ക്ക് മൽപിത 2 വരം കൊടുത്തിടിനാൻ. ഒന്ന് ഭരതനെ വാഴിക്കയെന്നത്, എന്നെ വനത്തിന് അയക്കുന്നു മറ്റേതും. തത്ര 14 സംവത്സരം വസിച്ചത്ര വന്നിടുവൻ. പിന്നെ ഞാൻ വൈകാതെ സന്താപമേതും മനസ്സിലുണ്ടാകാതെ സന്തുഷ്ടയായി വസിച്ചിടുക മാതാവും. ശ്രീരാമവാക്യമേവം കേട്ടു കൗസല്യ പാരിൽ മോഹിച്ചു വീണിടിനാളാകുലാൽ. ശ്രീരാമവാക്യമേവം കേട്ടു കൗസല്യ പാരിൽ മോഹിച്ച് വീണിടിനാളാകുലാൽ. പിന്നെ മോഹം തീർന്നിരുന്നു, ദുഃഖാർണവം തന്നിൽ മുഴുകി കരഞ്ഞുടൻ തന്നെ നന്ദനൻ തന്നോട് ചൊല്ലിനാൾ, ഇന്നു നീ കാനനത്തിന് പോയിടുകിൽ എന്നെയും കൊണ്ടുപോകണം മടിയാതെ. നിന്നെ പിരിഞ്ഞാൽ ക്ഷണാർത്ഥം പോർക്കാമോ, ദണ്ഡകാരുണ്യത്തിനാശു നീ പോകിൽ ഞാൻ ദണ്ഡധരാലയത്തിന് പോയിടുവൻ. പൈതലെ വേറിട്ട് പോയ പശുവിനുള്ള ആദി പറഞ്ഞറിയിച്ചിടതല്ലോ. പൈതലെ വേറിട്ട് പോയ പശുവിന് ഉള്ള ആദി പറഞ്ഞറിയിച്ചിടരുതല്ലോ. നാടുവാഴണം ഭരതനെന്നാകിൽ നീ കാടുവാഴണമെന്നുണ്ടോ വിധിമതം. എന്തു പിഴച്ചിതു കൈകേയിയോടും നീ ചിന്തിക്ക, ഭൂപനോടും കുമാരാ ബലാൽ. താതനും ഞാനും ഒക്കെ ഗുരുത്വം കൊണ്ട് ഭേദം നിനക്കു ചെറ്റില്ലെന്നു നിർണയം. പോകണമെന്നു താതൻ നിയോഗിക്കിൽ ഞാൻ പോകരുതെന്നു ചെറുക്കുന്നതുണ്ടല്ലോ. എന്നുടെ വാക്യത്തെ ലംഘിച്ചു ഭൂപതി തന്നുടെ വാച ഗമിക്കുന്നതാകിലോ ഞാനും എൻ പ്രാണങ്ങളെ ത്യജിച്ചിടുവൻ. മാനവവംശവും ഇന്നേ മുടിഞ്ഞു പോം. തത്ര കൗസല്യ വചനങ്ങൾ ഇങ്ങനെ ചിത്തതാപേന കേട്ടൊരു സൗമിത്രിയും ശോകരോഷങ്ങൾ നിറഞ്ഞ നേത്രാഗ്നിനാ ലോകങ്ങളെല്ലാം ദഹിച്ചു പോകും വണ്ണം രാഘവൻ തന്നെ നോക്കി പറഞ്ഞിടിനാൻ, ആകുലമെന്തിതു കാരണമുണ്ടാവാൻ. ഭ്രാന്തചിത്തം ജഡം വൃദ്ധം വധൂജിതം ശാന്തേതരം ത്രപാഹീനം. ഷഠപ്രിയം ബന്ധിച്ചു താതനെയും പിന്നെ ഞാൻ പരിബന്ധികളായുള്ളവരെ ഒക്കവേ അന്തകൻ വീട്ടിനയച്ച അഭിഷേകം ഒരന്തരം കൂടാതെ സാധിച്ചു കൊള്ളുവൻ. ബന്ധമില്ലേതും ഇതിനു ശോകിപ്പതിന് അന്തർമുതാ വസിച്ചിടുക മാതാവേ. ആര്യപുത്ര അഭിഷേകം കഴിച്ചിടുവൻ ശൗരി എനിക്കതിനുണ്ടെന്ന നിർണയം. കാര്യമില്ലാത്തത് ചെയ്യുന്നതാകിൽ ആചാര്യനും ശാസനം ചെയ്യുന്നതേ വരൂ. യുദ്ധം പറഞ്ഞു ലോകത്രയം തദ്രുഷാദഗ്ധമാറു സൗമിത്രി നിൽക്കുന്നേരം മന്ദഹാസം ചെയ്തു മന്ദേതരം ചെന്ന് നന്ദിച്ചു ഗാഠമായ ആലിംഗനം ചെയ്തു സുന്ദരൻ ഇന്ദിരാ മന്ദിര വത്സനാനന്ദ സ്വരൂപൻ. ഇന്ദിരാ വിഗ്രഹൻ ഇന്ദീവരാക്ഷ ഇന്ദ്രാദി വൃന്ദാരക വൃന്ദ വന്ധ്യ അംഘ്രയുഗ്മ അരവിന്ദൻ പൂർണ്ണചന്ദ്രബിംബാനൻ ഇന്ദു ചൂടപ്രിയൻ മന്ദാരു വൃന്ദ മന്ദാരദാരൂപമൻ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. മന്ദഹാസം ചെയ്തു മന്ദേതരം ചെന്നു നിന്നന്തിച്ചു ഗാഠമായി ആലിംഗനം ചെയ്തു സുന്ദരൻ ഇന്ദിരാ മന്ദിര വത്സനാനന്ദ സ്വരൂപൻ ഇന്ദിര വിഗ്രഹൻ ഇന്ദീവരാക്ഷൻ ഇന്ദ്രാദി വൃന്ദാരക വൃന്ദ വന്ധ്യ അംഘ്രിയുഗ്മ അരവിന്ദൻ പൂർണ്ണചന്ദ്രബിംബാനനൻ ഇന്ദു ചൂടപ്രിയൻ മന്ദാരു വൃന്ദ മന്ദാരദാരൂപമൻ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ.